പ്പോൾ ആ നിലത്ത് ആ വരണ്ട ഭൂമിയിൽ ജലം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അകന്നിരിക്കുന്ന ഭൂമിയെല്ലാം അടുക്കാൻ തുടങ്ങും. അവിടെ ജലം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അകലങ്ങളെല്ലാം അടുപ്പത്തിലാകും. വേറെപ്പെട്ടിരുന്ന ഭൂമി ഒരുമിച്ച് ചേരും. അകന്നതെല്ലാം ചേർന്ന് വരുന്നത് കാണാം. കാരണം പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ, ജലമില്ലാത്ത സന്ദർഭം നോക്കുമ്പോൾ ആ വിടവുകളെല്ലാം നികന്നു അവിടെ ചേർന്നിരിക്കുന്ന ഭൂമി തറയിൽ സിമെൻ്റ് ഇട്ടതുപോലെ വിടവില്ലാതെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയാണ് മനുഷ്യഹൃദയങ്ങൾ. ജലാംശമില്ലാതെ വരണ്ടുണങ്ങിയ ശത്രുതയും കലഹവും കോപവും മാത്സര്യവുമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികൾ, സ്നേഹിക്കാൻ പറ്റാത്ത വ്യക്തികൾ, രമ്യതപ്പെടാൻ പറ്റാത്ത വ്യക്തികളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത ഉണങ്ങി വരേണ്ട അവസ്ഥ. അങ്ങനെയുള്ള മേഖലകളിലേക്കാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ വീണ്ടും നമുക്ക് നൽകുന്നത്. കാരണം നമ്മൾ ആത്മാവിൽ നയിക്കപ്പെടേണ്ടവരാണ്. നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ തീമോത്തേക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ആയതിനാൽ കലഹവും മാത്സര്യമോ കൂടാതെ പുരുഷന്മാർ എല്ലാ ഇടങ്ങളിലും തൻ്റെ പവിത്രമായ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കട്ടെ. കലഹമോ മാത്സര്യമോ കോപമോ ഒന്നും കൂടാതെ അവരുടെ പവിത്രമായ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് ആ പുരുഷന്മാർ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണം. അത് ഏത് സന്ദർഭത്തിൽ എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും പ്രാർത്ഥിക്കാം. അതിൽ ലജ്ജ കൂടാതെ അവർ പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം പുരുഷനാണ് കുടുംബത്തിൻ്റെ ശിരസ്. അവൻ വിശുദ്ധിയിലായിരിക്കുമ്പോൾ മാത്രമേ അവന് പവിത്രതയും പരിശുദ്ധിയും ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ്ലീഹ പറയാണ്, നിനക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി നീ എപ്പോഴും നിരന്തരം ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണം. നോമ്പ് കാലത്തുള്ള പ്രാർത്ഥന മാത്രം പോരാ, അതിനുശേഷവും എപ്പോഴും നീ നിരന്തരം പ്രാർത്ഥിക്കണം. നിൻ്റെ ജീവിത പങ്കാളിയും നിൻ്റെ മക്കളും വിശുദ്ധരായി ജീവിക്കുവാനും അശുദ്ധിയിൽ നിന്നും അസന്മാർഗതയിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് അവർ പാപാന്തകാരത്തിൽ ജീവിക്കാതിരിക്കുവാനും തൻ്റെ ജീവിത പങ്കാളി അനുസരണയും വിധേയത്വവും വിനയവുമുള്ളവളായിരിക്കുവാനും അവളൊരു നല്ലൊരു കുടുംബിനിയായി ജീവിക്കുവാനും അവൾ നല്ലൊരു വിശ്വാസത്തിൽ ജീവിക്കുവാനും ആയുസ്സും ആരോഗ്യമുള്ളൊരു ജീവിത പങ്കാളിയായി തീരുവാനും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാനും അവർക്ക് നല്ല ആത്മീയ ജീവിതം ലഭിക്കുവാനും അവർ ദൈവത്തെ കണ്ടെത്തുവാനും ദൈവാശ്രയബോധത്തിൽ ജീവിക്കുവാനും അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെടാതെ അവർ പ്രേമത്തിലോ പ്രലോഭനങ്ങളിലോ കെണിയിലോ അശുദ്ധിയിലോ വീഴാതെ അവർ വിശുദ്ധിയുള്ള മക്കളായി ദൈവത്തിൻ്റെ പ്രീതികരമായ ജീവിതം നയിക്കുവാൻ നീ നിൻ്റെ മക്കൾക്കും ജീവിത പങ്കാളിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നീയാണ് ശിരസ്. യേശു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ നീയാണ് ഗാർഹിക സഭയുടെ ശിരസ്. സഭ യേശുവിൻ്റെ ശരീരമായിരിക്കുന്നത് പോലെ പുരുഷൻ്റെ ശരീരമാണ് അവൻ്റെ ഭാര്യയും മക്കളും. അത് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതിന് നീ നിൻ്റെ പവിത്രമായ ജീവിതം കൊണ്ട്, നീ നിൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് പവിത്രമായ കരങ്ങളും മനസ്സും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നീ നിരന്തരം പ്രാർത്ഥിക്കണം. നിൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ, നല്ല ജീവിത സാഹചര്യം ഉണ്ടാകാൻ, ഉന്നത നിലവാരം പുലർത്തുവാൻ, നല്ല കുടുംബജീവിതം ലഭിക്കുവാൻ, നല്ല കുടുംബജീവിതത്തിൽ അന്തരീക്ഷങ്ങൾ ലഭിക്കുവാൻ, നല്ല വിശുദ്ധിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ, ദൈവഭക്തരായ മക്കളെ ജപിക്കുവാൻ നീ എപ്പോഴും പ്രാർത്ഥിക്കണം. അതിന് ഓരോ പുരുഷനും കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നീ എപ്പോഴും പവിത്രമായ കരങ്ങളായിരിക്കണം. കൈക്കൂലി വാങ്ങിയതോ ചതിച്ചോ വഞ്ചോ പിടിച്ചു പറിച്ചതോ തല്ലിയതോ ചതിച്ചതുമായ കരങ്ങളും ജീവിതവും ആയിരിക്കരുത്. നിൻ്റെ പവിത്രമായിരിക്കണം നിൻ്റെ കരങ്ങൾ രക്തപങ്കിലമാകരുത്. നിൻ്റെ വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമാക്കപ്പെടരുത്. നീ വിശുദ്ധികളുണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ ജീവിത പങ്കാളി മക്കളും വിശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ. കർത്താവും ആഗ്രഹിക്കുന്നത് അതാണ്, ദൈവഭക്തിയുള്ള കുടുംബാന്തരീക്ഷം. അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്കെങ്ങനെ ദൈവഭക്തിയിൽ വളരാൻ സാധിക്കും? എങ്ങനെയാണ് വിശുദ്ധിയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുക?
അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് വചനം കേൾക്കണം, വചനം വായിക്കണം, വചനം പങ്കുവയ്ക്കണം, വചനത്തിൽ ജീവിക്കണം. ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അത്തിവൃക്ഷത്തെ ശപിച്ചുകൊണ്ട് ദൈവം നമുക്കൊരു വെളിപ്പെടുത്തൽ തരുന്നുണ്ട്, ഒരു അടയാളം തരുന്നുണ്ട്. ഈശോ വിശന്ന് അകലെ കണ്ട അത്തിവൃക്ഷത്തെ കണ്ട് അതിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന് വിശ്വസിച്ച് യേശു അടുത്ത് നിന്നപ്പോൾ ഫലം നൽകാതെ വന്ന അത്തിവൃക്ഷത്തെ യേശു ശപിച്ചു. എന്നാൽ ഈ യേശുവിനെ തന്നെ അറിയാമായിരുന്നു. യേശുവിലൂടെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ആ അത്തിവൃക്ഷത്തിൻ്റെ കാലഘട്ടങ്ങളും അതിൻ്റെ ഋതുഭേദങ്ങളും അതിൽ ഫലം കിട്ടുന്നതും എല്ലാം യേശുവിനറിയാം. അതിൻ്റെ കാലഘട്ടമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് യേശു അതിനെ ശപിച്ചു? നമുക്കറിയാം, മാങ്ങയുടെ കാലഘട്ടം അല്ലാത്തപ്പോൾ മാങ്ങ പറിക്കാൻ മാവിൻ ചൂട്ടിൽ പോയാൽ എങ്ങനെയായിരിക്കും? ചക്കയുടെ കാലഘട്ടമല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ചക്ക അന്വേഷിച്ച് പോയാൽ എന്തായിരിക്കും? അതുകൊണ്ട് ആ മരത്തെ ശപിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. ഇവിടെ ദൈവം നമുക്ക് തരുന്നൊരു വെളിപ്പെടുത്തലുകൾ, ഞാൻ നിൻ്റെ അടുക്കൽ എപ്പോൾ ഫലം ചോദിച്ചാലും അത് തരുവാൻ തക്ക വിധം നീ പരിശുദ്ധാത്മാവിൽ ഞാൻ നൽകുന്ന ഫലങ്ങൾ നീ കാത്തു സൂക്ഷിക്കണം. ഏത് സമയത്തും എപ്പോഴും ഞാൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ ഫലം തരത്തക്ക രീതിയിലുള്ള ഒരു ആത്മീയ വ്യക്തിയായിരിക്കണം. നീ ആത്മാവിൽ നിറഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. നീ ആത്മീയ ശക്തനായിരിക്കണം. നീ ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവനായിരിക്കണം. യെശയ്യാപ്രാവിൻ്റെ 44:3 നമ്മൾ കണ്ട് വരണ്ട ഭൂമി. ഇതേ അവസ്ഥയിൽ ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. ഒരിക്കലൊരു സഹോദരി, അവരുടെ മകളും മരുമകളും തമ്മിൽ എപ്പോഴും കലഹമാണ്. ഈ മകൻ്റെ വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളായിട്ടും കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല. അവർ തമ്മിൽ അടിയുണ്ടാക്കും. ആങ്ങളെ പെങ്ങളെ അടിക്കും, നാത്തൂൻ പെങ്ങളെ അടിക്കും, നാത്തൂനെ അടിക്കും. ആ അമ്മയ്ക്കാണ് അമ്മയും മകളെയും മരുമകളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മ. മകനൊരു കുട്ടിയുണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന അമ്മ. മരുമകളും മകളും തമ്മിൽ രമ്യതയിലും ഐക്യത്തിലും ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരമ്മ. അവരതിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അവർ ഒരുപാട് ജപമാല അർപ്പിച്ചു. അവർ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് കഴിഞ്ഞുകൂടിയിട്ടും അവർ വീട്ടിൽ തന്നെ നാത്തൂന്മാർ രണ്ടുപേരും തമ്മിൽ പലപ്പോഴും കലഹമാണ്. അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. നാത്തൂൻ തല്ലിയതിൻ്റെ ആ വൈരാഗ്യവും വാശിയും ആ കുടുംബത്തിൽ അനുരഞ്ജനമില്ലാതെ, സ്നേഹമില്ലാതെ, ക്ഷമയില്ലാതെ അകന്നിൽ കഴിയുന്ന ബന്ധുജനങ്ങൾ. അമ്മ പ്രാർത്ഥിച്ചു. അവരാവശ്യപ്പെട്ടു, എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർ സ്നേഹത്തിലും ഐക്യത്തിലും യോജിപ്പിലും അവർ സന്തോഷത്തിലും രമ്യതയിലും ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. എൻ്റെ മകനൊരു കുട്ടിയുമുണ്ടായി എനിക്ക് കാണണം. ഞാൻ പറഞ്ഞു, ഒരു ദമ്പതി ദാനം കൂടാൻ അവരെ അയക്കുക. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കുട്ടി വേണമോ? എങ്കിൽ നിങ്ങൾ രമ്യതയിലായിരിക്കണം. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, അവനിൽ ജീവൻ വസിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മക്കൾ വേണമെങ്കിൽ നിങ്ങൾ സഹോദരനും സഹോദരിയുമായി രമ്യതപ്പെടണം. അതുമാത്രം സാധ്യമല്ല. എന്നെ തല്ലിവളയും എന്നെ ചീത്ത പറയുകയും ചെയ്യുന്നവളോട് എനിക്ക് രമ്യതപ്പെടാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു, മക്കൾ വേണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ സ്നേഹം കടന്നു വരണം. സ്നേഹം കടന്നു വന്നാൽ ക്ഷമ കടന്നു വരികയുള്ളൂ. അതിന് നീ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ ദൈവം നിനക്ക് മക്കളെ നൽകുകയുള്ളൂ.